നമ്മൾ ബൈക്ക് മാറ്റാനായിട്ട് ഇവിടെ അടുത്ത് അത്യാവശ്യം വില കുറഞ്ഞ ഒരു ഏരിയ കിട്ടി. ഡിസ്കൗണ്ട് മോട്ടോർ സൈക്കിൾസ് ഉണ്ട് അവിടെ. എല്ലായിടത്തും പറഞ്ഞ റേറ്റ് ഇന്ത്യൻ്റെ ഷോറൂമിലൊക്കെ പറഞ്ഞ, ഞാൻ ടയർ വാങ്ങിച്ചിട്ടുണ്ട് ഓൾറെഡി. അത് മാറ്റാൻ വേണ്ടി ഇവർ പറയണ റേറ്റ് $400 $300. നാട്ടിൽ 30,000 25,000 രൂപയ്ക്ക് എന്തോ ഭാഗ്യത്തിന് ഒരുത്തനെ കിട്ടി. അവൻ $81 പറഞ്ഞ. ദൈവമേ, അവൻ മാറ്റി തുടങ്ങി. ഇനി അവസാനം മാറ്റി പറയുമെന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും വലിയ വിലയില്ലാത്തൊരു സ്ഥലം കിട്ടി. ഇത് ഡിസ്കൗണ്ട് മോട്ടോർ സൈക്കിൾസ് എന്നും പറഞ്ഞിട്ടൊരു സ്ഥലം. മനസ്സിലാ എൻ്റെ ബൈക്ക് അവിടെ ഇരുന്ന് പണിതുകൊണ്ടിരിക്കുക അവന്മാർ. To get the 2024 and 5, but you know it ain't looking that aggressive as this. You know, they made it all here, you know, like plain, just like that sounds good. പിന്നെ ഇപ്പോൾ സീനായിരുന്നേ. ഞാനിപ്പോൾ അവന്മാർ സാധനങ്ങൾ മാറ്റി തുടങ്ങിയല്ലോ ഓൾറെഡി. അപ്പോൾ മാറ്റി തുടങ്ങിയോണ്ട് ഞാൻ അവരോട് ചോദിച്ചു, ബ്രോ I see them started already with it എന്ന് പറഞ്ഞാൽ എന്നോട് ആദ്യം അവർ പറഞ്ഞില്ല. ലൈക്ക് എത്ര രൂപ തുടക്കിയിട്ട് എത്ര രൂപ ഒന്നും അവരെന്നോട്, ഞാൻ പണ്ട് 3-4 ദിവസം മുമ്പ് വിളിച്ച് ചോദിച്ചത് മാത്രമേ എനിക്കറിയാവുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് ചുമ്മാ പ്രൈസ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാന്ന് ഓർത്തിട്ട് ഞാൻ നോക്കുമ്പോൾ അവർ വണ്ടിയുടെ പണി ഓൾറെഡി തുടങ്ങി. എന്നോട് പറഞ്ഞു പോലുമില്ല. വണ്ടി എടുത്ത് കയറ്റി പണി തുടങ്ങി, സാധനം മാറ്റി തുടങ്ങി. അപ്പോൾ ഞാൻ ഇനി അവസാനം വേറെ കൂടി വില പറയുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ ചുമ്മാ ചോദിച്ചപ്പോൾ അവൻ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് $600 എന്ന് പറഞ്ഞു. എൻ്റെ ഒപ്പിന് ബ്രോ what the fuck bro, it's too much man എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും പുള്ളി പറയാം, no man I'm just playing man, it's only $80 എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ, പുള്ളി ശരിക്കും എൻ്റെ കിളി കളഞ്ഞു കേട്ടോ. ഇവന്മാരുടെ അടുത്തുനിന്ന് വണ്ടി എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ $35 ഉള്ളൂ മാറ്റാനായിട്ട്. ഞാൻ ഇവന്മാരുടെ അടുത്ത് നല്ല എടുത്തത്, അതുകൊണ്ടാണ് $80. ആൻഡ് ഷോപ്പ് കേട്ടോ, ഓൺ ദ ബോർഡർ മോട്ടോർ സൈക്കിൾസ്, ഡിസ്കൗണ്ട് മോട്ടോർ സൈക്കിൾ ടയേഴ്സ്. 2535 ആണ് അഡ്രസ്സ്. ഇത് കാണുന്ന നിസ്സാര ബൈക്കേഴ്സേ ഉള്ളൂ, അവരോടൊക്കെ ഞാൻ പറയണേ. ഒത്തിരി ബൈക്കേഴ്സൊന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ പറയാം, ഈ കട നല്ല പ്രൈസ് എനിക്ക് തന്നേക്കണേ. For anything and everything, check out the store. Motorcycle sales, discount motorcycle tires. ഇതാണ് സ്റ്റോർ. നമ്മളിപ്പോൾ ഇങ്ങോട്ട് കയറുക. So they got all these for sale. All these for sale. And then for the Harley riders, they got some used parts for sale, which is actually pretty nice. അത് അടിപൊളിയാട്ടോ. ഇംഗ്ലീഷ് സംസാരിക്കും, ഇംഗ്ലീഷ് സംസാരിക്കും ഇഷ്ടമായിട്ടല്ലോ കേട്ടോ. ഇവന്മാരെ പറ്റി നല്ലതാണ് പറയണമെന്ന് ഓർത്തിട്ടാണ്. സോ ഇവിടെ കുറേ യൂസ്ഡ് പാർട്സുകളൊക്കെ കൊടുക്കാൻ കിടപ്പുണ്ട്. ആൻഡ് ain't that expensive, അത്ര വലിയ വിലയൊന്നുമില്ല. കുറേ പാർട്സ് ഉണ്ട്. ഹാൻഡിൽ ബാർ റേസേഴ്സ്, ഹെൽമെറ്റുകൾ, ടയറ്, സാഡിൽ ബാഗ്സ്, ഹെൽമെറ്റ്, പിന്നെ അവർക്ക് ചെയിൻ ലൂപ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് അത്യാവശ്യം. This the man who broke my heart for a second. സോ അവിടെയാണ് നമ്മുടെ ബൈക്ക്. ഇവിടെയാണ് റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ. സോ അതിനകത്താണ് നമ്മുടെ വണ്ടി. അയ്യോ, നമ്മുടെ വണ്ടി ഇവിടെ പോയി കാണാനില്ലല്ലോ. ഇതൊക്കെ തന്നെ വിശേഷം, ഇവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. എൻ്റെ ടയർ മൊട്ടയായിരുന്നു. ഞാൻ എൻ്റെ ടയറിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്ററോടെ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ എൻ്റെ ലാസ്റ്റ് കോർണർ, അതായത് ആ മൊട്ടയായ ടയറും കൊണ്ട് ഞാൻ അവസാനമായിട്ടൊരു കോർണറിങ് കിടത്തി ഇങ്ങനെ വീശിയെടുത്ത്. പക്ഷെ അത് പേടിച്ചിട്ട് ഒത്തിരി കിടത്താൻ നിന്നില്ല കേട്ടോ. ആടാ ടയർ വണ്ടി റെഡിയല്ല. ഓക്കെ, got the new shoes on. Yes sir. അടിപൊളിയായിട്ടുണ്ട്. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവിടെ ഫ്രണ്ട് ടയർ മാറ്റാൻ വരുന്നുണ്ട് ഞാൻ. സോ അങ്ങനെ വ്ളോഗ്സ് കട്ട് ചെയ്യുന്നു. അപ്പോൾ പിന്നെ കാണാം. വേണമെന്നേക്കാം. ഓക്കെ ഗൈസ്, ടയർ മൊട്ട. നമ്മളിപ്പോൾ എന്നെ ചെയ്യാൻ പോണേ, കോർണർ ചെയ്യാൻ പോവാം. ടയർ മൊട്ടയല്ല, നൂല്. മൊട്ടയല്ല, മൊട്ട തോടുമല്ലാത്ത അവസ്ഥയാണ്. ഓക്കെ, നമ്മൾ വീണ ഇത് 1 വൈറൽ എയർ അമേരിക്കയിൽ ഇന്ത്യൻ ബൈക്കിൽ വീണ ഇന്ത്യൻ യുവാവ്.